പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ നല്ല സുഹൃത്തായ മോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ്. ഇരു രാജ്യങ്ങൾക്കും ധാരണയിലെത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. വ്യാപാര പ്രതിസന്ധി നീക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ട്രംപ്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടെന്ന ഹമാസ്. കൊല്ലപ്പെട്ടത് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകനും സഹായികളിൽ ഒരാളും സുരക്ഷാ ഉദ്യോഗസ്ഥരും. ഇസ്രായേൽ ലക്ഷ്യമിട്ട നേതാക്കൾ സുരക്ഷിതരെന്ന സ്ഥിരീകരണം. ആക്രമണം മുൻകൂട്ടി അറിയിച്ചെന്ന അമേരിക്കയുടെ വാദം തള്ളി ഖത്തർ. അമേരിക്കയിൽ നിന്നുള്ള ഫോൺ എത്തിയത് സ്ഫോടനത്തിന് ശേഷമെന്ന വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി. ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ വീണ്ടും മർദ്ദന പരാതി. 2022 തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ ഹൃദ്രോഗിയായ വ്യക്തിയെ ആക്രമിച്ചെന്ന ആരോപണം. മുഖത്തടിക്കുകയും ബൂട്ടിട്ട് നെഞ്ചിൽ ചവിട്ടിയും ചെയ്തെന്ന പരാതിക്കാരൻ മുരളീധരൻ. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വയർലെസ് എന്റെ നെഞ്ചത്തേക്ക് വലിച്ചെറിയുകയും എന്റെ നെഞ്ചത്ത് ഷൂ ഇട്ട് ചവിട്ടുകയാണ് ഉണ്ടായത്. ഇദ്ദേഹം പിടിച്ചേൽപ്പിക്കാൻ പറഞ്ഞ് പിടിച്ചേൽപ്പിച്ചു വന്ന വഴി കൈ ചുറ്റി പിടിച്ച് ഇടിക്കുകയായത്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. വിഷയത്തിൽ കോടതിയെ സമീപിച്ച മുരളീധരൻ. CPI സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ കൊടിയുയരും. പ്രതിനിധി സമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന സെമിനാറിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. സർക്കാരിനെതിരെ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾ സംസ്ഥാന സമ്മേളനങ്ങളിലും ആവർത്തിച്ചേക്കും. താഴെത്തട്ടിലെ ഘടകത്തിൽ നിന്ന് ഭിന്നതയും ചർച്ചയാകും. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിന്റെ ഭാര്യയ്ക്ക് ഇരട്ട വോട്ടെന്ന ആരോപണം. മുക്കത്തും കൂടരഞ്ഞിയിലും വോട്ടുണ്ടെന്ന തിരുവമ്പാടി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. MLA മറുപടി പറയണമെന്ന് UDF. 2ഇടങ്ങളിൽ ഭാര്യയ്ക്ക് വോട്ട് വന്നത് എങ്ങനെയെന്ന് പരിശോധിക്കുമെന്ന് ലിൻഡോ ജോസഫ് MLA.